എൻ്റെ പേര് അന്നമ്മ. എനിക്ക് 3 വർഷമായിട്ട് വായിൽ നിന്നും രക്തം തുടർച്ചയായി വരുന്നുണ്ടായിരുന്നു. ഞാനിവിടെ എല്ലാ വ്യാഴാഴ്ചയും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ജൂൺ 28-ാം തീയതി റാബ്സണച്ചൻ്റെ നാമധേയ തിരുനാളിൻ്റെ അന്ന് കീഴ്പള്ളിയിൽ ചെന്ന് കാണുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ഉമിനീർ എൻ്റെ കഴുത്തിൽ പുരട്ടുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ നിമിഷം തന്നെ എനിക്കുണ്ടായ എല്ലാ അസ്വസ്ഥതകളും മാറുകയും പിന്നീട് രക്തം വരുന്ന അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും ഒത്തിരി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 3 വർഷമായിട്ട് വായിൽ നിന്ന് ബ്ലഡ് വരുന്ന അസുഖമുണ്ടായിരുന്ന സഹോദരിയെ കർത്താവ് തൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതകളാൽ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും പ്രത്യേകമായ മാധ്യസ്ഥത്താൽ സുഖപ്പെടുത്തിയതിന് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ ഈശോയേ. എൻ്റെ പേര് പ്രജിഷ, സ്ഥലം കൂത്തുപറമ്പ്. ജീവിതത്തിലൂടെ കടന്നുപോയ ദുഃഖകരമായ നിമിഷങ്ങളെ ഈശോ പരിപാലിച്ച അനുഭവ സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ ഭർത്താവിന് കൂലിപ്പണിയാണ്. അദ്ദേഹത്തിൻ്റെ കൈക്ക് എല്ല് പൊട്ടിയ ശസ്ത്രക്രിയ ചെയ്തിരുന്നു. ഡോക്ടറുടെ അനാസ്ഥ മൂലം കൈക്ക് ചലനശേഷി നഷ്ടപ്പെടുകയും തുടരെ 3 ഓപ്പറേഷൻ ചെയ്യേണ്ടി വരികയും ചെയ്തു. കൈ പൂർവ്വസ്ഥിതിയിൽ എത്താനായില്ല. വിരൽ സ്പർശനശേഷി, കൈയുടെ തരിപ്പ്, വേദന ഒന്നും മാറിയില്ല. അപ്പോഴേക്കും ഞങ്ങൾ സാമ്പത്തികമായും മാനസികമായും പട്ടിണിയും ഒക്കെ നേരിടേണ്ടി വന്നു. ഇതിനിടയിൽ എൻ്റെ നാത്തൂൻ പറഞ്ഞു ആവിലയിൽ പോയി പ്രാർത്ഥിക്കുമെന്ന്. വളരെ ചെറുപ്പം മുതലേ ഈശോയെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ആദ്യമായി ആവിലയിൽ വന്ന ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അച്ഛനെ കാണുകയും ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും അറിയിക്കുകയും ചെയ്തു. അച്ഛൻ ഭർത്താവിൻ്റെ കൈ പിടിച്ച് ഉമിനീര് പുരട്ടുകയും ചെയ്തു. ഇത്രയും പരിപാലിച്ച നിങ്ങളെ ദൈവം ഇനിയും പരിപാലിക്കും എന്ന് പറഞ്ഞു. ബസ്സിൽ കയറി കമ്പി പിടിക്കുമ്പോഴാണ് വേദനയും തരിപ്പും മാറിയത് തിരിച്ചറിഞ്ഞത്. ഈ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നീട് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുവാൻ തുടങ്ങി. പട്ടിണിയിൽ നിന്നും ഞങ്ങൾക്ക് ദൈവകരങ്ങൾ വന്നു. അന്നു തൊട്ട് ഇന്നുവരെയും ഞങ്ങൾ പട്ടിണി കിടന്നിട്ടില്ല. മാനസിക പിരിമുറുക്കങ്ങൾ കുറഞ്ഞു. മക്കൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിൽ നിന്നും മാറ്റം വന്നു. ഈശോയോടും അമ്മയോടും ഒരുപാട് നന്ദി. ഞങ്ങളുടെ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. ഞങ്ങളുടെ അവസ്ഥയെ മുതലെടുക്കുകയായിരുന്നു വരുന്നവർ. അച്ഛനോട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ ചോദിച്ചു എത്ര തുക നിങ്ങൾക്ക് വേണമെന്ന്. ഞങ്ങൾ തുക പറഞ്ഞു. ഈ തുക കൊണ്ട് ബാധ്യതകൾ നീക്കാനാകുമോ എന്ന് ചോദിച്ചു. അത് മതിയെന്ന് അച്ഛനോട് പറഞ്ഞു. ഭയപ്പെടേണ്ട, ടെൻഷനും വേണ്ട, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കൂ. അതുപോലെ ആളുകൾ വരികയും 3 പേർക്ക് ഒരുപോലെ വീട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിൽ ഒരാൾക്ക് വാക്ക് കൊടുത്തു. അപ്പോഴാണ് അയൽവാസി എനിക്ക് വീട് തരുമോ എന്ന് ചോദിച്ചു വന്നത്. ദൈവം അയൽവാസിക്ക് പ്രാധാന്യം നൽകാൻ പറഞ്ഞു. അവർക്ക് വീട് കൊടുക്കാൻ തീരുമാനിക്കുകയും ടോക്കൺ വാങ്ങി വിൽപ്പനയും നടത്തി. ഞങ്ങൾക്ക് വീട് വെക്കാൻ ഇടമില്ലായിരുന്നു. ദൈവകൃപയാൽ ഭർത്താവിൻ്റെ സഹോദരി വീട് വയ്ക്കാൻ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇഷ്ടദാനമായി ഞങ്ങളുടെ 2 പേരുടെയും പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്തു തന്നു. മാത്രവുമല്ല, ഞങ്ങളുടെ വീട് വാങ്ങിയവർ പുതിയ വീട് നിർമ്മിക്കുന്നതുവരെ അവിടെ താമസിക്കുവാനുള്ള ഒരു മനസ്സ് കാട്ടുകയും താക്കോൽ തിരികെ തരികയും ചെയ്തു. കൃത്യം 5 മാസം കൊണ്ട് ദൈവകൃപയാൽ അതിമനോഹരമായ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു കൊച്ചു വീട് 23/2/2025 ഗൃഹപ്രവേശനം നടത്തി. ഈ പൈസ കൊണ്ട് കടം വീട്ടി ഒരു വീട് നിർമ്മിക്കുക പ്രയാസമായിരുന്നു. പക്ഷേ ദൈവകൃപയാൽ വളരെ ചുരുങ്ങിയ ചിലവിൽ എല്ലാ പണികളും തീർന്ന് ദൈവത്തിന്റെ വീടായ ശ്രീദീപം നാമകരണം ചെയ്തു. ഞങ്ങളെ പരിഹസിച്ചവരെയും സ്നേഹിച്ചവരെയും ദൈവത്തിൽ വിട്ടുകൊടുത്തു. എല്ലാവരും നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം അന്നും ഇന്നും നൽകുന്നു, ദൈവകൃപ എന്ന്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു സാക്ഷ്യമാണ്. കൂത്തുപറമ്പല്ലേ, കൂത്തുപറമ്പിൽ നിന്നുള്ള ഒരു സഹോദരി ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ മുതൽ ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഈ ഒരു വർഷത്തിനുള്ളിൽ ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെയാണ്. ഭർത്താവിന് കൈ ആക്സിഡൻ്റ് ആയിട്ട് ഓപ്പറേഷൻ മര്യാദക്ക് നടക്കാതിരുന്നത് മൂലം ഉണ്ടായിരുന്ന ആ രോഗം അടക്കം, അതുപോലെ വീട് വിൽക്കാനും വിചാരിച്ച വിലയ്ക്ക് തന്നെ വസ്തു വിൽക്കാനും
മറ്റൊരു സ്ഥലം ദാനമായി ലഭിക്കാനും അവിടെ ഒരു ഭവനം പണിയാനും പുതിയ ഭവനത്തിൽ താമസിക്കാനും മക്കൾക്കുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ജീവിതം ഒരു പുതിയ ജീവിതമായി മാറിയതിൻ്റെ കഥയാണ് നമ്മൾ കേട്ടത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് കമല. ഞാൻ കരയത്തുംചാലിൽ നിന്ന് വരുന്നു. എനിക്ക് ക്യാൻസർ എന്ന രോഗം കാരണം മറ്റു ജോലിക്കൊന്നും പോകാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലിരിപ്പായിരുന്നു. ഇപ്പോൾ 5 സ്ത്രീകൾ കൂടി ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും കർമ്മല മാതാവിന്റെയും അനുഗ്രഹത്താൽ ചെറിയൊരു പലഹാര യൂണിറ്റ് തുടങ്ങാൻ സാധിച്ചു. ഈശോയെ നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് ലിസി. ഞാൻ വള്ളിത്തോട് നിന്ന് വരുന്നു. എനിക്ക് 5 വർഷമായി നടുവേദനയായിരുന്നു. 1 വർഷത്തോളമായി നടുവെട്ടലും തുടങ്ങി. ജോലി ചെയ്യാനും യാത്ര ചെയ്യാനുമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കിടക്കാനാണ് ഏറ്റവും പ്രയാസം. തിരിയുമ്പോഴെല്ലാം പെട്ടെന്ന് നടുവെട്ടലുണ്ടാകും. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, നാട്ടുവൈദ്യം എല്ലാ ചികിത്സകളും ചെയ്തു. ഫലമില്ലായിരുന്നു. വൈദ്യൻ പറഞ്ഞു നട്ടെല്ലും ജോയിന്റുകൾക്കും ബലക്ഷയമാണ്. വെയിറ്റ് എടുക്കാതെയും ജോലി ചെയ്യാതെയും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഞാൻ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട റാത്സനച്ചനെ കണ്ടു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു സാധാരണ വീട്ടിൽ കിടക്കുന്നത് പോലെ കിടക്കാൻ. ഞാൻ നിലത്ത് പ്രയാസപ്പെട്ടു കിടന്നു. ആ സമയം വലിയൊരു വെട്ടലുണ്ടായി. അച്ഛൻ പറഞ്ഞു ഈശോ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ടെന്ന്. മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കുറെ നേരം കിടന്നു. അതോടെ നടുവെട്ടൽ മാറി. എനിക്ക് സൗഖ്യം കിട്ടി. ഇപ്പോൾ പ്രയാസമില്ലാതെ കിടക്കാനും യാത്ര ചെയ്യാനും ജോലികൾ ചെയ്യാനും സാധിക്കുന്നു. എന്നെ സുഖപ്പെടുത്തിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന നട്ടെല്ലിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത് കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് ചിന്നമ്മ. ഞാൻ കേളകത്തു നിന്ന് വരുന്നു. എന്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എന്റെ മകൻ 7 വർഷമായി ദുബായിലായിരുന്നു ജോലി. കോവിഡ് വന്നതോടെ അവന് ശമ്പളം പകുതിയായി. ലിഫ്റ്റിന്റെ പണിയായിരുന്നു. വളരെ വിഷമം പിടിച്ച ജോലിയായിരുന്നു അവന് ലഭിച്ചത്. നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ ഇസ്രായേലിൽ പോകണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു നീ ഇപ്പോൾ പോകേണ്ട എന്നായിരുന്നു. ഞാൻ അവധിക്ക് ശേഷം വീണ്ടും ദുബായിലേക്ക് തിരിച്ചുപോയി. 2 വർഷം ജോലി ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് എന്റെ മകൻ വന്നു. മകനൊരു നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനും മകനും അച്ഛനെ വന്ന് കണ്ടു, പ്രാർത്ഥിച്ചു. ഇസ്രായേലിൽ പോകണമെന്ന ആഗ്രഹം പറഞ്ഞു. അതിനാവശ്യമായ 18 ലക്ഷം രൂപ ഞങ്ങളുടെ കുടുംബത്തിൽ എടുക്കുവാനില്ലായിരുന്നു. അച്ഛൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ആവശ്യമായ പണം ലഭിക്കുമെന്ന് പറഞ്ഞു. നീ പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അച്ഛൻ പറഞ്ഞു. അവന് വേണ്ടി പ്രാർത്ഥിച്ച് 5 രൂപയുടെ ഒരു നാണയം അവന് കൊടുക്കുകയും ചെയ്തു. ഇത് വീട്ടിൽ സൂക്ഷിക്കുവാൻ പറഞ്ഞു. 1 മാസത്തെ ക്ലാസ്സിന് വേണ്ടി മകൻ മുംബൈയിലേക്ക് പോയി. അത്ഭുതമെന്ന് പറയട്ടെ, പെട്ടെന്ന് ഇന്റർവ്യൂ പാസ്സായി. പെട്ടെന്ന് 15 ലക്ഷം രൂപ ലഭിക്കുകയും ചെയ്തു. 3 ലക്ഷം രൂപയുടെ കുറവ് എനിക്കുണ്ടായി. എങ്ങനെ ലഭിക്കുമെന്നോർത്ത് വിഷമിച്ചു. അങ്ങനെ അച്ഛന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു. അച്ഛൻ കണ്ടു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് മറുപടി ലഭിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം 6 ലക്ഷം രൂപ ഞങ്ങൾക്ക് ലഭിക്കുകയും അങ്ങനെ പെട്ടെന്ന് അവനൊരു നല്ല ജോലി ലഭിക്കുകയും പെട്ടെന്ന് ഇസ്രായേലിൽ പോകുവാനും സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കർത്താവിന്റെ തിരുസന്നിധിയിൽ ബലിപീഠത്തിൽ വെച്ച് ആശീർവദിച്ച് നൽകിയ 5 രൂപ 18 ലക്ഷം രൂപയായിട്ട് മാറി. ഹല്ലേലൂയ. എന്റെ പേര് ദിവ്യ. ഞാൻ ആലക്കോട് നിന്നും വരുന്നു. എന്റെ മകൻ ഇവാന് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. ഞാൻ ഭർത്താവുമായി പിരിഞ്ഞു ജീവിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. കുട്ടിക്ക് 6 വയസ്സുള്ളപ്പോൾ UKG-യിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നും കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ അമ്മയെ ബലമായി പിടിച്ച് താഴെയിടുകയും മകനെ ബലമായി പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. അതിനെതിരെ കേസ് നടക്കുകയും ആവിലയിൽ വന്ന് 33 ആഴ്ച വരികയും പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കുട്ടിയെ ഏപ്രിൽ 5-ന് കണ്ണൂർ കോടതി അമ്മയ്ക്ക് വിട്ടു നൽകാൻ പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് വീണ്ടും അവർ ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ആരും സഹായമില്ലാതെ ദൈവത്തെ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കുട്ടിയെ ജൂലൈ 11-ന് ഹൈക്കോർട്ടിൽ നിന്നും അമ്മയ്ക്ക് വിട്ടുകിട്ടുകയും ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും
ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് ഡോണ. കേളകം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ UK-യിൽ പഠിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ അവിടെ അടച്ച ടാക്സ് റീഫണ്ട് കിട്ടണമേ എന്ന് ആവിലയിൽ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. തൽഫലമായി ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പൈസ റീഫണ്ട് നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. നന്ദി പറയാം ഈശോയേ. എന്റെ പേര് അന്നക്കുട്ടി. ഞാൻ പയ്യാവൂരിൽ നിന്ന് വരുന്നു. എന്റെ മകന് കിട്ടിയ അനുഗ്രഹത്തിന്റെ സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത്. അവന് അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുവാനായി 3 പ്രാവശ്യം പങ്കെടുത്തു. എന്നിട്ടും ലഭിച്ചില്ല. പിന്നെ അവൻ പറഞ്ഞു, അമ്മയൊന്ന് റാപ്സനച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു പ്രാർത്ഥിക്കണമെന്നും നേർച്ച നേരണമെന്നും ഞാൻ ഇവിടെ വരികയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ബന്ധിതനായ ഈശോയുടെ രൂപത്തിന്റെ മുൻപിൽ കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും മുട്ടയിൽ വലിഞ്ഞു പ്രാർത്ഥിക്കുകയും നൊവേന കഴിക്കാൻ രൂപ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം നടന്ന ഡ്രൈവിംഗ് ടെസ്റ്റിൽ അവൻ പാസ്സാവുകയും അവൻ ലൈസൻസ് കിട്ടുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. പറയാം ഈശോയേ. എന്റെ പേര് ട്രീസ. ഞാൻ കേളകത്ത് നിന്ന് വരുന്നു. ഞാൻ ആവില ഭവനിൽ വരുന്നത് എന്റെ ലാസ്റ്റ് വരുന്ന പല്ലിന്റെ പ്രശ്നം കൊണ്ടാണ്. ഞാൻ UK-യിൽ ജോലി ചെയ്യുന്നതിനാൽ എനിക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ താമസമുണ്ടായി. അതിനാൽ നാട്ടിലേക്ക് വന്നു. ഇവിടെ കാണിച്ചപ്പോൾ ആ പല്ല് ഇൻഫെക്റ്റഡ് ആണെന്നും അത് എടുത്തു കളയണമെന്നും പറഞ്ഞു. ഇൻഫെക്ഷൻ മൂലം അവിടെ ഒരു സിസ്റ്റായി മാറിയിരുന്നു. പിന്നീട് ഞാൻ ആവില പള്ളിയിൽ വരികയും അച്ഛൻ ഉമിനീര് തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് ആശുപത്രിയിൽ ചെന്നപ്പോൾ സിസ്റ്റിന്റെ സൈസ് വളരെയധികം കുറഞ്ഞെന്ന് ഡോക്ടർ പറഞ്ഞു. അത് എടുത്തു കളയുകയും ചെയ്തു. എല്ലാം നല്ല രീതിയിൽ നടത്തി തന്ന കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. പറയാം ഈശോയേ. എന്റെ പേര് ഹാഷിൻ വിൻസെന്റ്. ഞാൻ കൊട്ടിയൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ജർമ്മൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ആവില സദനിൽ വന്ന് പ്രാർത്ഥിക്കുകയും നിയോഗം എഴുതിയിടുകയും ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ ഫലമായി ജർമ്മൻ B2 എക്സാം പാസ്സാവുകയും വിസ തടസ്സങ്ങളില്ലാതെ ലഭിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് സെപ്റ്റംബർ 2-ന് ഞാൻ ഓസ്ട്രിയയ്ക്ക് പോവുകയാണ്. എനിക്ക് ഈ അനുഗ്രഹം നേടിത്തന്ന ആവിലാവിലെ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. പറയാം ഈശോയേ. എന്റെ പേര് അനഘ പോൾസൺ. ഞാൻ പൂളക്കുറ്റിയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ജർമ്മൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ആവില സദനിൽ വന്ന് പ്രാർത്ഥിക്കുകയും നിയോഗം എഴുതിയിടുകയും ചെയ്തു. അതിന്റെ ഫലമായി ജർമ്മൻ B2 എക്സാം പാസ്സാവുകയും തടസ്സങ്ങളില്ലാതെ വിസ ലഭിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 2-ന് ഞാൻ ഓസ്ട്രിയയിൽ പോവുകയാണ്. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു ചൊല്ലാം ഈശോയേ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എന്റെ പേര് കെവിൻ. ഞാൻ ജർമ്മനിക്ക് പോകാൻ വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് 52 ദിവസമായിട്ടും വിസ വരാതെ വന്നപ്പോൾ ബന്ധനസ്ഥനായ ഈശോയുടെയും കർമ്മല മാതാവിന്റെയും അടുത്ത് ജൂൺ 12-ന് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ജൂൺ 18-ന് വിസ വരികയും ജൂൺ 20-ന് എനിക്ക് ജർമ്മനിക്ക് പോകുവാനും സാധിച്ചു. ഈശോയ്ക്ക് 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. തിരുമായവരുടെ മക്കൾക്ക് വിസ തടസ്സം മാറാനും വിദേശത്ത് പഠിക്കാനും ജോലിക്കുമൊക്കെ ആയിട്ട് പോകാൻ കർത്താവ് വഴികൾ വാതിലുകൾ തുറന്നു കൊടുക്കുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഞാൻ ചുങ്കക്കുന്നിൽ നിന്ന് വരുന്നു. എന്റെ പേര് ആൻസി. എന്റെ മകൾ കാർമലിന്റെ വിവാഹം 33 വയസ്സായിട്ടും നടന്നില്ല. അപ്പോൾ ഞാൻ അവളുടെ വിവാഹം നടക്കാൻ ഇവിടെ മുട്ടിലിഴയാമെന്നും 2 പേരെയും കൊണ്ട് നേർന്നു. അതിന്റെ ശേഷം ആലുവയിലുള്ള വരനെ മുൻപ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുടുംബത്തിൽ നിന്നും ഈശോ അവർക്ക് നൽകി. വിവാഹത്തിന് മുൻപ് തന്നെ 2 പേർക്കും ഒരുമിച്ച് മുട്ടിലിഴയാൻ സാധിച്ചു. വിവാഹം ജൂൺ 14-ന് നടക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം നൽകിയ കർമ്മലനാഥയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. 33 വയസ്സുള്ള മകളുടെ വിവാഹം നടക്കാതെ വിഷമിച്ചുകൊണ്ടിരുന്ന അമ്മ വന്ന് പ്രാർത്ഥിക്കുകയും
വിവാഹ തടസ്സം മാറി നല്ല ഈശോ ഒരുക്കി വെച്ചിരിക്കുന്ന മകനെ വരനായി സ്വീകരിക്കാനുള്ള കൃപ ലഭിക്കുകയും ചെയ്തതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് ജയ്മോൾ, എടക്കോത്തു നിന്ന് വരുന്നു. എന്റെ മകൾ സ്റ്റെഫീന 2 വർഷമായി ബാംഗ്ലൂർ PG പഠിക്കുകയായിരുന്നു. പഠിക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 4 സെമസ്റ്റർ പരീക്ഷയും നല്ല മാർക്കോടെ പാസ്സായി. അതുപോലെ ഇന്റേൺഷിപ്പ് മാതൃഭൂമി പത്രത്തിന്റെ ഹെഡ് ഓഫീസിൽ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതും ആവില അമ്മ സാധിച്ചു തന്നു. 40 മണിക്കൂർ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അനിയന്റെ മകന് ഗൾഫിൽ ജോലി കിട്ടി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സ്റ്റെഫീന MBTL പരീക്ഷ പാസ്സായി. വണ്ടി ആക്സിഡന്റിൽ എന്റെ കൈ ഷോൾഡർ പൊട്ടി കമ്പിയിട്ടിരുന്നു. ആവിലയിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 1 മാസം കൊണ്ട് പൂർണ്ണമായും ഒരു വേദന പോലുമില്ലാതെ സുഖപ്പെട്ടു. ഈശോയെ നന്ദി. കരമടിച്ച് നന്ദി പറയാം. ചതിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് ഷിജിന. ഞാൻ മണിക്കടവ് ഇടവകയിൽ നിന്ന് വരുന്നു. എന്റെ യൂണിവേഴ്സിറ്റി എക്സാമിന് മുൻപ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പരീക്ഷ പാസ്സായി കഴിഞ്ഞ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഫസ്റ്റ് ക്ലാസ് മാർക്കോടുകൂടി ഞാൻ പരീക്ഷയിൽ പാസ്സായി. എന്റെ എല്ലാ പരീക്ഷകളിലും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ നിന്നും പ്രാർത്ഥിച്ചെഴുതിയ ഒരു പരീക്ഷകളിലും എനിക്ക് ഈശോ തോൽവി തന്നിട്ടില്ല. എന്നെ നിരന്തരം അനുഗ്രഹിക്കുന്ന ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് അൽഫോൻസ. ഞാൻ ചെടിക്കുളത്തു നിന്ന് വരുന്നു. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എന്റെ ചേച്ചിക്ക് വേണ്ടിയാണ്. എന്റെ ചേച്ചിക്ക് ഡെങ്കിപ്പനി ബാധിച്ച് ആശുപത്രിയിലായിരുന്നു. 8 ദിവസമായിട്ടും കുറവില്ലായിരുന്നു. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, പനി കുറയുവാണെങ്കിൽ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന്. നേരുകയും ചെയ്തു. അതിന്റെ ഫലമായി ചേച്ചിയുടെ പനി മാറുകയും പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ചേച്ചിയുടെ വയറിന് ചുറ്റുമുണ്ടായിരുന്ന മുഴകളും മാറിക്കിട്ടി. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവിലയിലെ അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. നന്ദി പറയാം. ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. എന്റെ പേര് ഏലിയാമ്മ, സ്ഥലം കീഴ്പള്ളി. എനിക്ക് 4 വർഷമായി അലർജി മൂലം കാല് ചൊറിഞ്ഞു പൊട്ടി ഭയങ്കര ചൊറിച്ചിലും വേദനയുമായിരുന്നു. പല ഡോക്ടർമാരെയും കണ്ട് ചികിത്സിച്ചിട്ട് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ബന്ധിതനായ ഈശോയുടെ അടുത്ത് വന്ന് മുട്ടിലിഴയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഇപ്പോൾ പൂർണ്ണ സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. എന്റെ പേര് രാധ. ഞാൻ പയ്യാവൂരിൽ നിന്ന് വരുന്നു. എന്റെ അമ്മയുടെ മാറിൽ ഒരു മുഴ വന്നിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്യണമെന്നും മാമോഗ്രാം ചെയ്യണമെന്നും പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമില്ലായെന്നും മരുന്ന് കഴിച്ചാൽ മാറിക്കോളുമെന്നും പറഞ്ഞു. എന്റെ അമ്മയുടെ അസുഖം മാറ്റിയ ആവിലയിൽ വന്ന് സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേർന്നിരുന്നു. അസുഖം മാറ്റിത്തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. നന്ദി പറയാം. ഈശോയേ. എന്റെ പേര് ജിസ്ന. ഞാൻ ചെമ്പേരി ഇടവകാംഗമാണ്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് കുവൈറ്റിൽ പോകുവാനുള്ള അനുഗ്രഹം ലഭിച്ചു. ഇത്രയേറെ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഒത്തിരിയേറെ മക്കൾക്ക് നല്ല ജോലി കർത്താവ് നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. മോളി ചെടിക്കുളം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ കാലിലെ വെരിക്കോസിന്റെ വ്രണം കരിഞ്ഞുകിട്ടി. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. എന്റെ പേര് ത്രേസ്യാമ്മ. ഞാൻ എടൂരിൽ നിന്ന് വരുന്നു. എനിക്ക് പ്രഷർ കൂടിയിട്ട് കാരുണ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടെ നിന്ന് ECG എടുക്കണമെന്ന് പറഞ്ഞു. ECGയിൽ കുഴപ്പമൊന്നും ഉണ്ടാകരുതേ എന്ന് കർമ്മലീത്ത മാതാവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ECGയിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കർമ്മലീത്ത മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. എന്റെ പേര് റോസമ്മ. കരിക്കോട്ടക്കരിയിൽ നിന്ന് വരുന്നു. എന്റെ മകൾ വലിയൊരു പ്രോബ്ലത്തിലായി. കള്ളക്കേസിൽ കുടുക്കി ക്രിമിനൽ കേസിലെ പ്രതിയാക്കി. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കരുണാമയനായ ഈശോയോട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലി 101 പ്രാവശ്യം യേശുനാമവും
ചൊല്ലി 101 പ്രാവശ്യം സ്തുതിയും 101 സുഹൃത ജപവും പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. 4 ദിവസത്തിന് ശേഷം അത് ക്ലിയറായി. ഈ അപേക്ഷ സാധിച്ചു തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മൽ മാതാവിനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, എന്റെ പേര് പ്രഭിഷ. ഞാൻ പാനൂരിൽ നിന്ന് വരുന്നു. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ഈ മാസം 8-ാം തീയതി അമ്മ ചെറിയ കുടുംബ പ്രശ്നം കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമ്മ എത്രയും പെട്ടെന്ന് തിരികെ വന്നാൽ സാക്ഷ്യം എഴുതി ഇട്ടുകൊള്ളാമെന്ന് നേർന്നിരുന്നു. പോലീസിന്റെ സഹായവും തേടി. 14-ാം തീയതി അമ്മയെ കണ്ടുകിട്ടുകയും ചെയ്തു. 2 ദിവസം ഓർഫനേജിൽ താമസിക്കുകയും പിന്നെ 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, എന്റെ പേര് ലീല. ഞാൻ കീഴ്പള്ളിയിൽ നിന്ന് 2019 ഒക്ടോബറിൽ എന്റെ കുടുംബം ഒരു കേസിൽ അകപ്പെട്ടു പോയി. ആവില പള്ളിയിൽ വന്ന് 21 ആഴ്ച മുട്ടിലിഴയാമെന്ന് നേർച്ച നേർന്നു. ദൈവം ആ നിയോഗം എനിക്ക് സാധിച്ചു തന്നു. ഈ കഴിഞ്ഞ ജൂൺ 30-ന് കേസിന് അനുകൂല വിധി തന്ന് എന്റെ കുടുംബത്തെ രക്ഷിച്ചു. അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും നന്ദി. കരമടിച്ച് നന്ദി പറയാം. കോടതികളിൽ ഉള്ള കേസുകളിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകുന്നതിനെ ഓർത്തുച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഞാൻ മാത്യു വർഗീസ്, അങ്ങാടിക്കട ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ജർമ്മനിക്ക് പോകുവാൻ വിസയ്ക്ക് അപേക്ഷിച്ചിരുന്നു. ആദ്യം അപേക്ഷിച്ചത് മുടങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ ആവിലയിൽ വന്ന് പ്രാർത്ഥിക്കുകയും രണ്ടാമത് അപേക്ഷിക്കുമ്പോൾ വിസ വന്നാൽ ഉടനെ സാക്ഷ്യം എഴുതി കൊടുക്കുകയും ചെയ്യാമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. കർമ്മല മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹത്താൽ എനിക്ക് രണ്ടാമത് ഉടനെ തന്നെ വിസ ലഭിച്ചു. എനിക്ക് ജോലിയും വിസയും നൽകി അനുഗ്രഹിച്ച കർമ്മല മാതാവിന് 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ചതിൽ വിളിക്കാം. ഈശോയേ, ആവിലയിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇസ്രയേൽ രാജ്യത്ത് നല്ലൊരു കുടുംബത്തിൽ നല്ലൊരു ജോലി നൽകിയ ബന്ധിതനായ ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. അനുമോൾ പാലപ്പുഴ. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, എന്റെ പേര് മിനി. ആടാംപാറയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ മോന് UK നല്ലൊരു ജോലി കിട്ടി. അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം നമ്മളുടെ ഉടൽ നേർച്ചയുടെ 3 നിയോഗങ്ങളിൽ ഒന്നായിരുന്നു ജോലി തടസ്സം മാറുക എന്നത്. മറ്റ് 2 നിയോഗങ്ങളായിരുന്നു വിവാഹവും സന്താന സൗഭാഗ്യവും. കർത്താവ് ഒത്തിരിയേറെ മക്കൾക്ക് ജോലി നൽകുകയും ഒത്തിരിയേറെ മക്കളുടെ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറാനും അതുപോലെ സന്താന സൗഭാഗ്യമുണ്ടാകാനുമൊക്കെ ഇടവരുത്തിയ ഒരു വർഷത്തെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, എൻ്റെ പേര് മേരി. ഞാൻ കേളകത്തുനിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മോൻ്റെ എക്സാം കഴിഞ്ഞിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിസൾട്ട് കിട്ടി. കുറേ കഴിഞ്ഞിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടാതിരുന്നതിനാൽ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാനിവിടെ വന്ന് അച്ഛനെ കാണുകയും 33 ദിവസം ഇവിടെ വന്ന് വ്യാഴാഴ്ചത്തെ ആരാധനയിൽ പങ്കെടുക്കുകയും കർമ്മല മാതാവിൻ്റെ തിരുനാളുകളിലും ആവില അമ്മയുടെ തിരുനാളിലും പങ്കെടുക്കുകയും ഉരുൾനേർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി കർമ്മല മാതാവിൻ്റെ തിരുനാളിന് മുൻപായി ജൂലൈ 11-ാം തീയതി മകന് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, എൻ്റെ പേര് സിനി. കല്ലുവയലിൽ നിന്ന് വരുന്നു. എൻ്റെ 2 മക്കൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയുന്നു. മൂത്ത മകൾ നഴ്സിംഗ് ജോലിക്ക് വിദേശത്ത് പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞാണ് പോയത്. അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പേപ്പർ വർക്ക് നിർത്തിവച്ചിരിക്കുകയാണ്, സ്വദേശികളെ എടുത്തിട്ടേ വിദേശികളെ എടുക്കുകയുള്ളൂ എന്ന്. ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. അച്ഛൻ പറഞ്ഞു, നല്ല ജോലി ലഭിക്കും, സാക്ഷ്യം പറയാൻ തയ്യാറായിക്കൊള്ളാൻ. അധികം താമസിയാതെ പേപ്പർ വർക്ക് ആരംഭിക്കുകയും ജോലി ലഭിക്കുകയും ചെയ്തു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മകൻ CMA പാസ്സായി 8 മാസത്തോളം ജോലി ലഭിക്കാതെ ഇരുന്നു. ശുഭരാത്രി വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം അവന് നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിക്കുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, രാത്രി 9 മണിക്കുള്ള ശുഭരാത്രി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരൊന്ന് കരമുയർത്താവോ?
ഒത്തിരി പേരുണ്ട്, ഓൺലൈനിൽ അത് പങ്കെടുക്കുന്നവരുണ്ട്. അത് ലഭിക്കാത്തവർക്ക് നിങ്ങൾക്ക് QR കോഡ്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ QR കോഡ് സ്റ്റാളിൽ നിന്ന് ലഭിക്കുന്നതാണ്. സ്കാൻ ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ, ഉണരാം ഉണരാം ഉണരാം. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ടീനു, കൺസാർഡ് വൈകിൽ നിന്ന് വരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമായിരുന്നു. കുട്ടികളാകത്താൻ അച്ഛനെ നിന്ന് കണ്ടു ഫലമായിട്ട് അച്ഛൻ പറഞ്ഞു ജൂലൈ വന്ന് സാക്ഷ്യം പറയണമെന്ന്. പ്രഗ്നൻ്റായി 3-ാം മാസം സ്കാനിങ്ങിൽ പ്ലാസിൻ്റെ പൊസിറ്റീവിലായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ എല്ലാം അങ്ങനെയായിരുന്നു. 30 വീക്കിൽ ബ്ലീഡിംഗ് ആയി ഹോസ്പിറ്റലിലെത്തി. അച്ഛന് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ, കുഴപ്പമില്ല, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. 32-ാം വീക്കിൽ പിന്നെയും ബ്ലീഡിംഗ് ആയി ഹോസ്പിറ്റലായിരുന്നു. എമർജൻസി ആയിട്ട് C-സെക്ഷൻ ചെയ്യേണ്ടി വന്നു. ഫെബ്രുവരി 28-ന് ഒരു പെൺകുച്ചുണ്ടായി. കുട്ടിക്ക് വെയിറ്റ് കുറവായതും ശ്വാസതടസ്സം, ഷുഗർ എല്ലാം കുറവായതും NICയിലായിരുന്നു 1 വീക്ക്. അത് കഴിഞ്ഞ് പിന്നെ മോശം പോയപ്പം ബ്ലഡിലും ബ്ലഡ് കണ്ടു. അങ്ങനെ 1 വീക്ക് കഴിഞ്ഞപ്പോൾ മിംസിലോട്ട് റെഫർ ചെയ്തു. അങ്ങനെ എമർജൻസി ആയിട്ട് മിംസിലോട്ട് പോയി. അച്ഛന് മെസ്സേജ് അയച്ചു, പേടിക്കേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു. UAE പ്രയർ ഗ്രൂപ്പിലുള്ളവരും കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു. 1 മന്ത് അവിടെയായിരുന്നു. കൊച്ചു നോർമലായി, വെയിറ്റ് നോർമലായി, എല്ലാം കിട്ടി. ഞങ്ങൾക്ക് കൈ കിട്ടി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ബന്ധനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഒരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞ് 3 വർഷമായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് അല്ലേ? അതിനുശേഷം പ്രഗ്നൻ്റ് ആയതിനു ശേഷം അതിലും വലിയ പ്രതിസന്ധികൾ. പ്ലാസൻ്റ പൊട്ടിയോ? പ്ലാസൻ്റ താഴേക്ക് ഇറങ്ങി വരുന്ന പ്രയാസമുണ്ടായി. പിന്നെ മറ്റ് പല പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നുപോയി. അങ്ങനെയാണ് കർത്താവ് UAEയിലാണ് വർക്ക് ചെയ്യുന്നത്, ദുബായിലാണ്. അപ്പോൾ ദുബായിലെ പ്രയർ ഗ്രൂപ്പിലൊക്കെ അവർ മെസ്സേജ് ഇട്ടു. ആവില പ്രയർ ഗ്രൂപ്പിൽ എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവ് ഇപ്പോൾ കുഞ്ഞിന് അമ്മയ്ക്കുള്ള ടെൻഷൻ പോലും ഇല്ലാതെ, ഒരു ടെൻഷനും ഇല്ലാതെ, കുഞ്ഞ് ഉറങ്ങുന്നൊന്നുമല്ല, സുഖമായിട്ട് കിടക്കാണ്. കുഞ്ഞിനെ കർത്താവ് സന്താന സൗഭാഗ്യം, കർമ്മല മാതാവിൻ്റെ തിരുനാൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം വന്ന് പ്രാർത്ഥിച്ചത്. കഴിഞ്ഞ വർഷം ഉറങ്ങാലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കഴിഞ്ഞ വർഷം കർമ്മല മാതാവിൻ്റെ തിരുനാൾ കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ വർഷം തിരുനാളിൻ്റെ സമയത്ത് കർത്താവ് കയ്യിൽ ഒരു കുഞ്ഞിനെ വെച്ചു കൊടുത്തു. ഈശോയെന്ന് വിളിച്ചു. ഈശോയേ, അവർക്ക് വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ, ഉണരാം ഉണരാം ഉണരാം. യേശു നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് കാവ്യ. ഞാൻ വലിയരിക്കുന്ന ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മ ഒരു 4 വർഷം മുമ്പ് ഒരു മഴക്കാലത്ത് തെന്നി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ തെന്നി വീണപ്പോൾ അമ്മയുടെ കാലിന് മുട്ടിന് ഭയങ്കര വേദനയായി തുടങ്ങി. അതിനുശേഷം മമ്മി വടിയൊക്കെ കുത്തിപ്പിടിച്ച് പണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമായപ്പോഴത്തേനും വേദന കൂടി അമ്മ 2 മാസത്തോളം തീരെ കിടപ്പായിപ്പോയി. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ വന്ന് നിയോഗമൊക്കെ കെട്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് വരാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ. അങ്ങനെ മമ്മി കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കാൻ തുടങ്ങി. പക്ഷെ അമ്മയ്ക്ക് പള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. മുട്ടുകുത്താൻ, കാലുമടക്കി ഭാരമുള്ള ഒരു വസ്തു പോലും അമ്മയ്ക്ക് എടുക്കത്തില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും ആരെങ്കിലുമൊക്കെ കൂടെ വേണം, സപ്പോർട്ടിന് ആരെങ്കിലും വേണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാനും അമ്മയും കൂടെ അച്ഛനെ വന്ന് കണ്ടു. ഒരുപാട് മരുന്ന് കഴിച്ചിട്ടൊന്നും മാറ്റമില്ലായിരുന്നു. അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ തുപ്പൽ തൊട്ട് അമ്മയുടെ കാൽമുട്ടി വേദനയുള്ള ഭാഗത്ത് തടവി പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ എന്നെ സഹായിക്കുന്നു എന്നുള്ള പ്രാർത്ഥന ചെല്ലാൻ അമ്മയോട് പറഞ്ഞു. ശേഷം അമ്മയോട് അച്ഛൻ പറഞ്ഞു തുള്ളി ചാടാൻ പറഞ്ഞു. അമ്മ നേരം തുള്ളി ചാടി. അമ്മ ഒരു കൈയടിച്ച് തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛൻ പറഞ്ഞു ചൊവ്വാഴ്ച ഈശോ എന്നെ സഹായിക്കുന്നു എന്നുള്ള പ്രാർത്ഥന ഒരു 500 വട്ടം ചെല്ലാനും, ബുധനാഴ്ച വീണ്ടും ഹോസ്പിറ്റലിൽ പോയി പരിശോധിക്കാനും, എക്സ്റേ എടുത്ത് വ്യാഴാഴ്ച വന്ന് സാക്ഷ്യം പറയാനും പറഞ്ഞു.
ഞാനും അമ്മയും തിങ്കളാഴ്ച വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് 500 തവണ ഈശോ എന്നെ സഹായിക്കുന്നുള്ള പ്രാർത്ഥന ചൊല്ലി. അതുപോലെ തന്നെ യൂട്യൂബിൽ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന കൂടി ബുധനാഴ്ച ഞങ്ങൾ 500 പ്രാവശ്യം ഈശോ എന്നെ സഹായിക്കുന്നു എന്നുള്ള പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ഡോക്ടറും അമ്മീനെ ഹോസ്പിറ്റൽ റൂമിൽ കൂടെ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിച്ചു. ഇപ്പം അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. അമ്മയ്ക്ക് മുട്ടുകുത്താൻ പറ്റുന്നുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം അമ്മ ഇവിടെ ഇന്ന് മുട്ടയെ നീന്തി പ്രാർത്ഥിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു അത്ഭുത സാക്ഷ്യമാണ്. ഏപ്രിൽ മാസത്തിലാണ് വീണത് അല്ലേ? ഇത് ഏപ്രിൽ മാസം 4 വർഷം മുമ്പാണ് വീണത്. അന്ന് മുതലുള്ള ദുരിതങ്ങളാണ്. വടിയൊക്കെ കുത്തി 50 വയസ്സായിട്ടുള്ളൂ അല്ലേ? ബീന എന്നാണ് സഹോദരിയുടെ പേര്. അപ്പോൾ ഈ ബീന ചേച്ചി ശ്രീകണ്ഠാപുരത്ത്, എവിടെയാണ് വീട് പറയുന്നത്? വലിയരിക്കമല. ഈ സഹോദരി 46-ാമത്തെ വയസ്സ് മുതൽ 4 വർഷം ഇങ്ങനെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് വേറൊരാളുടെ സഹായത്തിലൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് 21-ാം തീയതി തിങ്കളാഴ്ച ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ 4 വർഷമുണ്ടായിരുന്ന ആ രോഗപീഠ കർത്താവ് അമ്മ ത്രേസ്യയുടെയും കർമ്മലനാഥയുടെയും മധ്യസ്ഥതയിൽ എടുത്തു മാറ്റുകയും, അപ്പോൾ 21-ാം തീയതി തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് 22-ാം തീയതി അച്ഛനൊരു ഹോംവർക്ക് കൊടുത്തു. അവർ 22-ാം തീയതി ഹോംവർക്കൊക്കെ ചെയ്ത് 23-ാം തീയതി, അതായത് ഇന്നലെ പോയി അവർ വീണ്ടും എക്സ്റേ എടുത്തപ്പോൾ തുള്ളി ചാടാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, കാല് ശരിയായി എന്നതിന് നമുക്ക് വേറെ അടയാളം വേണ്ട. പക്ഷേ അച്ഛന് നമ്മൾ സാധാരണ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഒരു മെഡിക്കൽ എവിഡൻസ് ഉണ്ടാവുക എന്നുള്ളത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ എനിക്കിപ്പോൾ ശരിയായെന്ന് തോന്നുന്നു എന്ന് പറയണ്ട. ഇത് ശരിയായി എന്നതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടാണ് ഇവിടെ ഉള്ളത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈ വർഷം തന്നെ ഏപ്രിൽ 1-ാം തീയതി എടുത്ത റിപ്പോർട്ടിൽ ഇത് തെന്നിക്കിടക്കുകയാണ് അല്ലേ? അപ്പോൾ ഇന്നലെ എടുത്ത ആ റിപ്പോർട്ടിൽ പ്രിയപ്പെട്ടവരെ പൂർണ്ണമായും സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അന്തർ കണ്ടതും ചെകിടർ കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. അവർ 21-ാം തീയതി വന്നപ്പോൾ മറ്റൊരു കാര്യം കൂടി അച്ഛൻ പറഞ്ഞായിരുന്നു. നമ്മളുടെ പുതിയ രോഗസൗഖ്യ ആരാധന ജൂലൈ മാസം 16-ാം തീയതി നടത്തിയ രോഗസൗഖ്യ ആരാധനയുടെ ലിങ്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമായിട്ട് നിങ്ങൾക്ക് കൂടാൻ പറ്റും. നിങ്ങൾ പ്രെയർ ഫോർ ദ സിക്ക് ആവില 2025, പ്രെയർ ഫോർ ദ സിക്ക് ആവില 2025 എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ 2 മണിക്കൂറുള്ള രോഗസൗഖ്യ ആരാധന, പഴയത് നമ്മൾ ഫസ്റ്റ് പാർട്ട് ഏകദേശം 3 ലക്ഷത്തിലധികം പേര് പങ്കെടുത്തൊക്കെ ഒരുവിധം എല്ലാവരും പങ്കെടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഈ 2ാമത്തെ ഈ വർഷത്തെ രോഗസൗഖ്യ ആരാധന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നാളെ അത് നമ്മളുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് പരമാവധി മറ്റുള്ളവർക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. എൻ്റെ പേര് സിസ്റ്റർ ജൈനി ജോർജ്. ഞാൻ കൊളക്കാട് ദേശത്തു നിന്നാണ് വരുന്നത്. ഞാൻ തിരുഹൃദയ സമൂഹത്തിലെ ഒരു അംഗമാണ്. എൻ്റെ ചേച്ചിയുടെ മകൾ ജിനുവിന് ലഭിച്ച ഒരു രോഗസൗഖ്യം സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2022 ആ മോൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ഓപ്പറേഷനും കീമോയും റേഡിയേഷനും എല്ലാം കഴിഞ്ഞതാണ്. എങ്കിലും വീണ്ടും ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. ഇനി വരുമ്പോൾ അത് യൂട്രസിലാണ് വരിക എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് കോവിഡ് വന്ന് 2020 മരിച്ചു പോയതാണ്. 7 വയസ്സായ ഒരു മകനുണ്ട്. അപ്പം അന്ന് അവൾ UK പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ അവൾക്ക് UK പോകാൻ സാധിച്ചില്ല ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ട്. അങ്ങനെ ക്യാൻസറിൻ്റെ ചികിത്സയെല്ലാം കഴിഞ്ഞ് അവൾ സെപ്റ്റംബർ മാസത്തിൽ UK പോയി. അവിടെ ചെല്ലുമ്പോഴാണ് അവൾക്ക് വീണ്ടും മുഴ വരുന്നത്. അങ്ങനെ ഈ ക്യാൻസർ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവളെ ഒരു പയ്യൻ വീണ്ടും വിവാഹം കഴിച്ചു. അങ്ങനെ അവർ ഈ ചികിത്സയെല്ലാം കഴിഞ്ഞ് വീണ്ടും ഓസ്ട്രേലിയക്ക് പോയി. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നതിനിടയ്ക്കാണ്
വീണ്ടും ഈ മെയ് മാസത്തിൽ അവൾക്ക് യൂട്രസിൽ ഒരു മുഴ വന്നത്. ഇപ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പേടിയോടെയാണ് അതിനെ ആ മുഴ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾ അതിനെ സ്വീകരിച്ചത്. അപ്പോൾ അവൾക്ക് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ അത് മുഴ വലിയതാണെന്ന് പറഞ്ഞു. അവളെ വീണ്ടും പിന്നെ അത് എടുത്തു, മുഴയെടുത്ത് ബയോപ്സിക്ക് അയച്ചു. പക്ഷെ അതിൻ്റെ റിസൾട്ട് നെഗറ്റീവായിരുന്നു. അങ്ങനെ ഉള്ള പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഓവറിയയിൽ വലിയൊരു മുഴ, 2 ആഴ്ച കൊണ്ടാണ് ആ മുഴ വന്നത്. അപ്പോൾ ആ മുഴ വന്നിട്ട് പിന്നെ അവൾക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല, വിശ്വാസം തകർന്നു പോയൊരവസ്ഥയിലാണ്. ഞങ്ങളോടൊന്നും വിളിച്ച് പറഞ്ഞില്ല, അവളുടെ മമ്മിയാണ് ഈ കാര്യം അറിയിച്ചത്. അങ്ങനെ ഈ മുഴ CT സ്കാൻ ചെയ്തപ്പോൾ വലിയ മുഴയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ജൂലൈ 17-ാം തീയതി അതിന് MRI സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പിന്നെ പോകാൻ ഇരിക്കുമ്പോഴായിരുന്നു ഞാനിവിടെ അന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ കുർബാനയ്ക്കൊക്കെ ഇവിടെ ഞങ്ങളുടെ അടുത്ത് നിന്ന് വന്ന സാറിൻ്റെ കൂടെ ഞാനും ഇവിടെ ഈ ആലയത്തിൽ വന്നത്. അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, MRI സ്കാൻ ചെയ്യുമ്പോൾ ആ മുഴ അവിടെ കാണരുത്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് എടുത്തിരുന്നു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ അത് നെഗറ്റീവ് ആകണേ, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ അന്ന് ഇവിടെ പറഞ്ഞിരുന്നു. ജൂലൈ 16-ാം തീയതിയിലെ രോഗസൗഖ്യ ശുശ്രൂഷയിൽ ഞാൻ ഓൺലൈനായിട്ട് കൂടിയിരുന്നു. ആ മോൾക്ക് അത് അയച്ചു കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് ഡോക്ടറെ കാണേണ്ട ദിവസം. ഇന്നലെ ഡോക്ടറെ കാണാനായിട്ട് ചെന്നപ്പോൾ മുഴ അവിടെ ഇല്ല MRI സ്കാനിൽ. പിന്നെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടും നെഗറ്റീവായിരുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് മെസ്സേജ് ഇട്ടു, മേമ എൻ്റെ മുഴ അവിടെ ഇല്ല. പിന്നെ 2 കുഞ്ഞു മുഴയുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല, അതിന് 8 മാസം കഴിയുമ്പോൾ അത് വീണ്ടും ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് കിട്ടിയ സൗഖ്യത്തിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ സഹോദരി രോഗസൗഖ്യാരാധന ജൂലൈ 16-ാം തീയതിയിലെ രോഗസൗഖ്യാരാധന ഓൺലൈനിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. CT സ്കാനിൽ ഉണ്ടായിരുന്ന മുഴ ഈ 16-ാം തീയതിയിലത്തെ രോഗസൗഖ്യ ആരാധനയൊക്കെ കഴിഞ്ഞ് വീണ്ടും പരിശോധിക്കുമ്പോൾ ആ ഓവറിയിലുള്ള മുഴ അവിടെ ഇല്ല. അതുപോലെ CA-125 എന്ന് പറയുന്ന ഒവേറിയൻ ക്യാൻസറിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കൗണ്ട് നോർമലാണ്, 35-ൽ താഴെയാണ് എന്ന റിപ്പോർട്ടൊക്കെ കിട്ടിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് മേരിഷ, ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ജൂൺ മാസം ആദ്യത്തെ ആഴ്ച എനിക്ക് അതിശക്തമായ കൈക്ക് വേദനയായിരുന്നു, ഷോൾഡർ പെയിൻ ആയിരുന്നു. അതിന് 2 വർഷം മുന്നേ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ജൂൺ ആയപ്പോഴത്തേക്ക് അതിശക്തമായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ എന്നോട് പറഞ്ഞു അത് സെർവിക്കൽ സ്പോണ്ടലോസിസ് ആണ്, കോളർ ഇടണം, 2 ആഴ്ച റെസ്റ്റ് എടുക്കണം, വേറെ ഒരു പണി എടുക്കരുത്, വെയിറ്റ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ്, അതായത് ജൂൺ 12-ാം തീയതി ഞാൻ ഇവിടെ വരികയും ഇവിടുത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും അതിനുശേഷം അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛൻ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ്റെ തുപ്പൽ തൊട്ട് അവിടെ പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു 3 ആഴ്ചയ്ക്ക് ശേഷം ഈശോ മോളുടെ വേദന എടുത്തു മാറ്റുന്നുണ്ട്, 3 ആഴ്ചയ്ക്ക് ശേഷം ഇവിടെ വന്ന് എക്സ്റേ എടുത്ത് ഡോക്ടറെ കാണിക്കണം, അതിനുശേഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ 6:30 മണിക്കാണ് അച്ഛനെ കണ്ടത്. രാവിലെ വന്ന് വൈകുന്നേരം 6:30 ആയപ്പോൾ അച്ഛനെ കാണാൻ പറ്റിയ ആ 6:30 മണിക്ക് പോയ വേദന ഇന്ന് വരെ എനിക്ക് തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ഒരു വേദന. യേശുവെ നന്ദി. ആവിലായിലെ കർമ്മല മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവര്, 2 വർഷത്തോളമായിട്ടുള്ള സർവിക്കൽ സ്പോണ്ടലോസിസിന്റെ വേദന കർത്താവ് പൂർണ്ണമായി എടുത്തു മാറ്റിയിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ.